യെസ്, സീറ്റ് ധാരണ പലയിടത്തും ആയിട്ടില്ല. അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഘടകകക്ഷികൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ UDF സീറ്റ് വിഭജനത്തിൽ ഇപ്പോഴും പ്രതിസന്ധി തുടരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടും അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി ലീഗുണ്ടാക്കിയ കരാറിനെ ചൊല്ലിയാണ് കണ്ണൂരിലെ പ്രതിസന്ധിയെങ്കിൽ മറ്റിടങ്ങളിൽ പല പല വിഷയങ്ങളിലാണ് ആ പ്രതിസന്ധി പോകുന്നത്. കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുൻ കോൺഗ്രസ് നേതാവും ഡെപ്യൂട്ടി മേയറുമായിരുന്ന PK രാഗേഷ് മീഡിയ വണ്ണോട് പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റുകളിലും ലീഗ് കോൺഗ്രസ് ചർച്ചയിൽ ധാരണയായിട്ടില്ല. വിവരങ്ങളുമായി ബിജേഷ് ഗോവിന്ദും നന്ദുഷയും നന്ദഗോപാലും ചേരുന്നുണ്ട്. ആദ്യം നന്ദഗോപാലിലേക്ക്. നന്ദഗോപാൽ, ശ്രേയാംസ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ശ്രേയാംസ് കുമാറും പാർട്ടിയും ആരോപിക്കുന്ന കാര്യം അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല, ഇല്ലെങ്കിൽ സീറ്റ് ചർച്ചയിൽ എപ്പോഴും ഒരു ക്ലാഷ് അവിടെ സംഭവിക്കാറുണ്ട്. അത് ഇപ്പോഴത്തെയും പോലെ ഇത്തവണയും പരിഹരിക്കപ്പെടും എന്നാണോ, ഇല്ലെങ്കിൽ കടുത്ത നിലപാടിലാണോ ശ്രേയാംസ് നിൽക്കുന്നത്? മറ്റെന്തൊക്കെയാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പരാതികൾ? നിലവിൽ MV ശ്രേയസ് കുമാർ ഇന്നിപ്പോൾ പരസ്യമായ ഒരു അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് JDSന് ലഭിക്കുന്ന അത്ര തന്നെ പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പരാതിക്ക് പിന്നാലെ തന്നെ CPM ഇന്നിപ്പോൾ സീറ്റ് വിഭജന ചർച്ച, LDF ഇന്നിപ്പോൾ സീറ്റ് വിഭജന ചർച്ച കോഴിക്കോട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ LDF നേതൃത്വം പറയുന്നത് പരാതികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇതെല്ലാം കൃത്യമായി പരിഹരിച്ചുകൊണ്ട് തന്നെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ 76 ഡിവിഷനിലേക്കും 28 ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ എല്ലാ തീരുമാനങ്ങളുമായിട്ടുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് LDF വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസും BJPയും അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും LDF അല്പം പിന്നിലായിരുന്നു. ഇത് സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് LDF പിന്നിലായത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നാളെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ LDF ഉള്ളത്. RJDയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നാളെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നുള്ളതും നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതേസമയം RJDയുടെ പരസ്യമായ അതൃപ്തി കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനങ്ങൾ സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ സീറ്റിലേക്കാണ് സ്ഥാനാർത്ഥികളെ നൽകിയിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാളെ വൈകിട്ട് ഒരു വ്യക്തത നൽകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. CPI 5 സീറ്റുകളിലേക്കാണ് മത്സരിക്കുന്നത്. അതേസമയം കൊല്ലത്തും മലപ്പുറത്തും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കൊല്ലത്ത് കേരള കോൺഗ്രസ് M ആണ് ഇടഞ്ഞു നിൽക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് അവർക്ക് 2 സീറ്റ് തന്നെ വേണമെന്നുള്ളതാണ്. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ കേരള കോൺഗ്രസ് M തയ്യാറല്ല. കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റ് ഉൾപ്പെടെ നൽകണമെന്നുള്ളതാണ് കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം മലപ്പുറം മുതുവല്ലൂരിൽ പഞ്ചായത്തിൽ CPI ആണ് ഇടഞ്ഞത്. അവിടെ CPI ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. CPM അവരുടെ ഏകപക്ഷീയമായ തീരുമാനം സ്വീകരിക്കുന്നു. ചർച്ച ചെയ്യാതെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നുൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് CPI ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം സ്വീകരിച്ചിട്ടുള്ളത്.